Hi friends, welcome back to Fashion Star. ഇന്നത്തെ ബൈബിൾ സെന്റൻസ് നോക്കാം. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ഹെബ്രായ് 12:6. ഇത് നല്ലൊരു സെൻറ്റൻസ് ആട്ടോ. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ വാശികളും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല അല്ലേ, അല്ലെങ്കിൽ എല്ലാ ഇഷ്ടങ്ങളും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല അല്ലെ. അവർക്ക് എഞ്ചി പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കില്ല. ഇത് തന്നെ കേട്ടോ, നമ്മൾ ചിലപ്പോൾ കർത്താവിൻ്റെ കാൽക്കീഴിൽ വീണ് കേണപേക്ഷിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു അപ്പനെന്ന പോലെ തന്നെയാണ് എന്താ പറയുക കർത്താവ് നമ്മളോട് ചെയ്യുന്നുണ്ടാവുക. കാരണം എല്ലാ വാശികളും സമ്മതിച്ച് തരില്ലേ നമ്മൾ മക്കളോട് ചെയ്യുന്ന പോലെ. പക്ഷേ അവർ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ അവർ അകന്നു പോകുമ്പോൾ ഒരുപാട് സങ്കടമായിരിക്കും അല്ലേ. എന്നുപോലെ തന്നെയാണ് കർത്താവ്. നമ്മൾ കൂടുതലും എന്താ വെച്ചാൽ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താലും നമ്മൾ സ്നേഹമാണ്, ഒരിക്കലും ആ സ്നേഹം കുറയണില്ല. തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും അല്ലേ. സെയിം തന്നെ കേട്ടോ, നമ്മളെ മക്കളോട് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കർത്താവ് നമ്മളോട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും കേൾക്കാനിരിക്കുന്ന ഒരാളാണ് കർത്താവ്. അങ്ങനെയല്ല, നമ്മുടെ മക്കളെ എങ്ങനെയാണോ അതുപോലെ കർത്താവിന് നമ്മളും. ഈ ഒരു നല്ല സെൻറ്റൻസോടുകൂടി ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു നല്ല അടിപൊളി ഒരു സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫുൾ സെറ്റാട്ടോ. ടോപ്പും ബോട്ടും ദുപ്പട്ടയും കൂടെ വരുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഓഫ് വൈറ്റിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക ഒരു ബാപ്റ്റിസമോ ആദ്യ കുർബാനയോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ഫംഗ്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതിങ്ങനെ പാനൽ കട്ടിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പാനലിൽ ആക്ച്വലി ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ടും അതുപോലെ എന്താ പറയുക ചെറിയൊരു ഗോൾഡൻ സെറിയിലുള്ള വർക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത്രയും അതായത് ഈ സെൻട്രൽ പോർഷൻ നമുക്ക് ഈ മാനിക്യൂറിൽ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഡാർക്കായി തോന്നുന്നുണ്ട്. പക്ഷെ ഇത്ര ഇങ്ങനെ ഡാർക്ക് അല്ല, ഓഫ് വൈറ്റിന് കുറച്ചും കൂടി ബ്രൗൺ ഡിഫ് അങ്ങനെ കേട്ടോ. എഗെയിൻ ഇതിൻ്റെ ഓർഗാൻസ മെറ്റീരിയൽ ആട്ടോ സെൻട്രൽ പാനലിൽ വന്നിട്ടുള്ളത്. നല്ല ഓർഗാൻസ. അതുപോലെ സൈഡ് പാനലിൽ ശരിക്കും ഹക്കോബയുടെ ആ ഒരു മെറ്റീരിയൽ കൊണ്ടായിട്ട് രണ്ട് സൈഡിലും ഈ ഒരു ഹക്കോബ മെറ്റീരിയലാണ്. മീൻസ് ആ ഒരു ഹക്കോബയുടെ ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. എഗെയിൻ ഇതിൻ്റെ സ്ലീവ്സും ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഒരു സെൽഫ് ത്രെഡ് വർക്ക് വന്നിട്ട് സെൽഫ് ടോണിൽ തന്നെയുള്ള ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ് എഡ്ജ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു വി നെക്കാണ് ആക്ച്വലി. നല്ല ഭംഗിയുണ്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മാമോദീസയോ അതല്ലെങ്കിൽ എന്താ പറയുക ആദ്യ കുർബാന അങ്ങനെയുള്ള ഫങ്ഷൻസ് അങ്ങനെ, അതായത് ഓഫ് വൈറ്റ് ലവേഴ്സിന് പറ്റിയ നല്ലൊരു ഓപ്ഷൻ ആട്ടോ അത്. എഗെയിൻ ഇതിൻ്റെ വീനെക്കാണ് വന്നിട്ടുള്ളത്. നല്ല ചെറിയൊരു പെൻഡൻ്റ് ഒക്കെ ഇട്ടാലും നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പേളും സ്യൂട്ട് ആവും കേട്ടോ. എനിവേ ഇനി ഇതിൻ്റെ ആക്ച്വൽ ആ ഒരു സെൻട്രലിൻ്റെ ആക്ച്വൽ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സെൻട്രൽ പാനലിൽ ആക്ച്വലി ഇങ്ങനെയാണ് കേട്ടോ കളർ വരുന്നത്. അതായത് ഒരു ചെറിയൊരു എന്തൊരു ഗ്രേഷ് ടിഞ്ച് ഉണ്ട്. ഓഫ് വൈറ്റിനേക്കാളും കുറച്ചൊരു ഡാർക്കറാണ്. എന്നാലും നമ്മൾ നേരത്തെ കണ്ട മാനിക്യൂരിൽ ഇടുന്ന അത്രയും ഡാർക്കറല്ല കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്. ഈ സെയിം കളർ തന്നെയാണ് വരുന്നത്. എനിക്ക് നല്ലൊരു എന്താ പറയുക എലഗൻ്റ് ആയിട്ടൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ദുപ്പട്ട അതുപോലെ പാൻറ്റൊക്കെ നമുക്ക് നോക്കാം. ലൈനിങ്ങോട് കൂടിയായിട്ട് വന്നിട്ടുള്ളത്. എഗെയിൻ ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് കോട്ടയിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. നെറ്റ് കോട്ടയിൽ അതിൽ ഒരു സെൽഫ് എന്താ പറയുക ത്രെഡ് വീവും കൂടെ വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരു സ്ക്വയർ ഒരു ചെക്കുമാതിരി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. അതിൻ്റെ എഡ്ജസ്റ്റിൽ 4 എഡ്ജസ്റ്റിൽ നമുക്ക് ടോപ്പിൽ കണ്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അഗെയിൻ ബോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ. ദുപ്പട്ട ആക്ച്വലി ശരിക്കും നല്ല സോഫ്റ്റ് കേട്ടോ. നമുക്ക് എന്താ പറയുക നെറ്റ് കോട്ടയുടെ ഏറ്റവും സോഫ്റ്റ് വേർഷൻ കേട്ടോ. ഇത് കണ്ടോ പാൻറ് വരുന്നത് ഇങ്ങനെയാണ്. ഇലാസ്റ്റിക്കോട് കൂടി കേട്ടോ പാൻറ് വന്നിട്ടുള്ളത്. എഗെയിൻ ലോവർ പാർട്ടിൽ നമുക്ക് ആ ഒരു ദുപ്പട്ടയുടെ എഡ്ജസ്റ്റിലുള്ള ഒരു സെയിം ഇത് കാണാൻ പറ്റും. എനിക്ക് നല്ലൊരു അടിപൊളി, എനിക്ക് ഈ ദുപ്പട്ട ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല രസം, തൊടാൻ തന്നെ നല്ല സുഖമാണത്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. എഗെയിൻ ഇത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ.